അനുഷ്ക. മോളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിച്ച വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹം ഏതാണ്? ADUSAT. ഓക്കെ. മോന്റെ പേരെന്താ? ആയോൺ. എന്താണ് ഉറക്കെ പറയും? ആയോൺ. ആയോൺ. ഓക്കെ. ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയിട്ടുള്ള മനുഷ്യന്റെ പേരെന്താ? നീൽ ആംസ്ട്രോങ്. ഓക്കെ. അതുപോലെ തന്നെ കേരളത്തിന്റെ വിസ്തീർണം എന്താ? 38,863 ചതുരലക്ഷ കിലോമീറ്റർ. മോളുടെ പേരെന്താ? മിടുക്കിയായിട്ട് ഉത്തരം പറഞ്ഞല്ലോ. ഷെസ ഫാത്തിമ. ഓക്കെ ഓക്കെ. മോളുടെ പേരെന്ന് പറഞ്ഞേ? ഫാത്തിമ അസ്വൈക്കൽ. ഓക്കെ. കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണറുടെ പേരൊന്ന് പറയൂ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഓക്കെ ഓക്കെ. നിങ്ങൾ മിടുക്കരാണല്ലോ. ഞാൻ വിചാരിച്ച പോലെ നല്ലല്ലോ. സൂപ്പർ ആയിട്ട് എല്ലാരും ഉത്തരം പറയണ്ടേ. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കട്ടെ. നിങ്ങൾക്ക് അറിയോന്ന് എനിക്ക് അറിയണല്ലോ. എല്ലാരും ഒരുമിച്ച് പറയോ? ഞാൻ അറിയോന്ന് നോക്കട്ടെ. പറഞ്ഞില്ലേ ഫസ്റ്റ് വനിത ജഡ്ജ് ആരായിരുന്നു? ഓക്കെ, ജസ്റ്റിസ് അന്ന ചാണ്ടി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാം അല്ലെ? അപ്പൊ നിങ്ങൾ ഈ പദ്ധതി അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഉത്തരം പറയുന്നത്? ഇതിനുള്ള എനർജി, ഇതിന്റെ അറിവൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ ഈ പദ്ധതിയുടെ പേര് നിങ്ങൾ ഉറക്കൊന്ന് പറയോ? ഓക്കെ, ലിറ്റിൽ ജീനിയസ് എന്നുള്ള ഒരു അടിപൊളി പദ്ധതി ആയിട്ടാണ് നമ്മുടെ പുതുപ്പറമ്പ് GHSS നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഈ പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിണ്ടാവും. മാറുന്ന ലോകത്തിന്റെ ഒരു പുതിയ സ്വരാണ് ഇവർ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. അറിവ് അത് വലിയൊരു സാഗരം തന്നെയാണ്. നമുക്ക് മുന്നിൽ ഇവരുടെ ഇത്രയും ഒരു ടാലന്റ് എങ്ങനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇവർ എങ്ങനെ പ്രയത്നിച്ചു എന്നൊക്കെ ഇവരുടെ ടീച്ചേഴ്സിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇവരെ ഇതിനായിട്ട് സജ്ജരാക്കിയിട്ടുള്ള എല്ലാവരും നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ PTA പ്രസിഡന്റ്, അതുപോലെ തന്നെ PTA ഭാരവാഹികള്, ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക, എല്ലാവരും നമ്മോടൊപ്പം ഉണ്ട്. അപ്പോ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഇവര് ഇതിന് സജ്ജരാക്കിയിട്ടുള്ളവരിൽ ഏറ്റവും പ്രധാനി നമ്മുടെ പ്രധാന അധ്യാപിക തന്നെയാണ്. അപ്പോ പ്രധാന അധ്യാപിക നമുക്ക് പരിചയപ്പെടാം. മാഡത്തിന്റെ പേരെന്താണ്? മിനി KB. ഓക്കെ, ഈ പദ്ധതിയുടെ പേര് ഒന്നും കൂടി പറയോ? ലിറ്റിൽ ജീനിയസ്. ഓക്കെ, ഇത് നമ്മുടെ സ്കൂളിന്റെ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാം ആണ്. മറ്റൊരു സ്കൂളിലും കാണാൻ കിട്ടാത്ത നമ്മുടെ തനത് പദ്ധതിയാണ്. അപ്പോ ഇതിന് ഒരു കോർഡിനേറ്റർ, അതുപോലെ തന്നെ ഇതിന് കുറെ ആൾക്കാരുടെ സഹായം എന്തായാലും വേണ്ടിവരും. ഇത് ആരുടെ ഉള്ളിൽ ഉദിച്ച ആശയാണ്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ? നമ്മുടെ കഴിഞ്ഞ അധ്യയന വർഷം തുടങ്ങിയപ്പോ ജൂലൈ മാസം തൊട്ട് നമ്മുടെ സ്കൂളിലെ അധ്യാപകനായ ശ്രീ ഫൈസൽ മാഷാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. മത്സരം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്, അതൊക്കെ ഇപ്പൊ കുറെ കുട്ടികളുണ്ടല്ലോ. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്ന് പറയോ? നമ്മൾ ആദ്യം ചെയ്തത് എല്ലാ ക്ലാസ്സുകളിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നൽകുക എന്നുള്ളതാണ്. എല്ലാ ആഴ്ചയിലും ക്വിസ് മത്സരങ്ങൾ നടക്കുന്നു. അതിൽ നിന്ന് മിടുക്കരായ കുട്ടികളെ 70 പേരെ കണ്ടെത്തി നമ്മൾ ലിറ്റിൽ ജീനിയസ് ഒരു ക്ലബ്ബ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ മാഡം ഇതില് കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു? ഇത്രയും കാണുന്ന കുട്ടികളാണോ അതോ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു? ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ഇതിൽ ആദ്യം തൊട്ട് പങ്കാളികളാണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 70 പേരാണ് ലിറ്റിൽ ജീനിയസ് ക്ലബിലേക്ക് വരിക. ഓരോ മാസവും മത്സരങ്ങൾ എല്ലാ കുട്ടികൾക്കും നടത്തുകയും അതിൽ നിന്ന് സ്റ്റാർ ഓഫ് ദ മന്തിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പം തുടക്കത്തില് എല്ലാ കുട്ടികളും ഇതിൽ ഒരുപോലെ പങ്കെടുക്കും? അതെ, എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് നമ്മൾ തുടങ്ങുക. എന്നിട്ട് അതിൽ നിന്ന് മത്സരത്തിൽ വിജയിക്കുന്ന ആളുകളെ എല്ലാവരെയും കൂട്ടിയിട്ട് ലിറ്റിൽ ജീനിയസ് ക്ലബ്ബ് രൂപീകരിച്ചിട്ട് പിന്നെ നടക്കുന്ന മത്സരങ്ങളാണ് സ്റ്റാർ ഓഫ് ദ മന്ത് തിരഞ്ഞെടുക്കുക. എല്ലാ മാസങ്ങളിലും അങ്ങനെ മത്സരം നടത്തി അതിന്റെ ഒരു മെഗാ ഫൈനൽ 2 റൗണ്ട് ഇപ്പൊ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുകയാണ് നമ്മള്. അത് ആകെ ഉണ്ടായിരുന്ന 1700 ചില്ലുവാനം കുട്ടികളിൽ നിന്ന് ചുരുങ്ങി 100-ലെത്തി 1ാം റൗണ്ടില്. അത് കഴിഞ്ഞ് ഇപ്പൊ 2ാം റൗണ്ട് ആയപ്പോ 40 കുട്ടികളായി അത് ചുരുക്കി. ഈ 40 കുട്ടികളാണ് ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുന്നത്. നെടുന്തൂണായിട്ടുള്ള ഫൈസൽ സാർ നമ്മോടൊപ്പം ഉണ്ട്. ഫൈസൽ സാറിന് എങ്ങനെയാണ് ഈ ഒരു ആശയം കിട്ടിയത്, അല്ലെങ്കിൽ ഇതിനു മുന്നേ വേറെ സ്കൂളില് വല്ല പദ്ധതികളും ചെയ്തിരുന്നോ? അതിന്റെ വിവരങ്ങളൊക്കെ ഒന്ന് പറയൂ. യഥാർത്ഥത്തില് നമ്മുടെ സ്കൂളുകളിലെ അക്കാഡമിക് രംഗത്ത് പഠന പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ നിലവിലുണ്ട്. അതിലിപ്പോ ശ്രദ്ധ, പിന്നെ വിജയത്തിളക്കം, ഇങ്ങനെ തുടങ്ങിയ ഹലോ ഇംഗ്ലീഷ്, ഇങ്ങനെ കുറെ പദ്ധതികൾ നടത്തുന്നു. അനവധി പദ്ധതികളുണ്ട്. അതുകൂടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്കൂളില് ഞങ്ങളുടെ സ്കൂളിന്റെ തനതായ ഒരു പദ്ധതി വിദ്യാജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതി പഠന പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന അക്ഷരം അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും
റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പദ്ധതി കൂടി പഞ്ചായത്തൊക്കെ ഏറ്റെടുക്കും. പക്ഷെ കുറെ കാലമായി നമ്മളിങ്ങനെ പഠന പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന കുട്ടികൾക്ക് കുറെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ എന്നും നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റാഫുകൾക്കിടയിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഇടയ്ക്കൊക്കെ സൗഹൃദ ചർച്ചകളിൽ ഞങ്ങൾ പങ്കിടാറുള്ള ഒരു വേദന, മിടുക്കരായ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പദ്ധതികളൊന്നും സർക്കാരോ അല്ലെങ്കിൽ സ്കൂളുകളോ ആവിഷ്കരിക്കുന്നില്ല എന്നുള്ളത്. അപ്പം മിടുക്കരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യുന്ന, അവരെ ഒന്നുകൂടി എൻകറേജ് ചെയ്യുന്ന കുറച്ച് നല്ല പരിപാടികൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ വന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ ലാസ്റ്റ് ഫൈനൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ, എങ്ങനെയാണെന്ന്? ഇനി ഗ്രാൻഡ് ഫിനാലയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അത് GK പഠനമാണ് ഇതിന്റെ ഘട്ടത്തിൽ ആദ്യം നൽകിയിട്ടുള്ളത്. അതിന്റെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള വളർച്ചയിൽ അവസാനം എല്ലാ കുട്ടികളിൽ നിന്നും സെലക്ട് ചെയ്ത് 100 പേരെത്തി. ആ 100 പേരിൽ നിന്ന് രണ്ടാം റൗണ്ടിൽ 40 പേരെത്തി. ആ 40 പേരിൽ നിന്ന് ഇനി ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോവുകയാണ്, ഫൈനൽ മത്സരത്തിലേക്ക് പോവുകയാണ്. അത് കുട്ടികളിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള GK ക്വസ്റ്റ്യൻസ്, ഒരു കുട്ടിക്ക് 250 ക്വസ്റ്റ്യൻ ബൈ ഹാർട്ടാണ്. ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് 20 ക്വസ്റ്റ്യനുകൾ ഏതും ചോദിച്ചാൽ മുഴുവനായും ആൻസർ പറയുന്ന ഒട്ടേറെ പേർ ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അവരുടെ ടീമുകൾ തമ്മിലാണ് ഇപ്പോ മത്സരം നടക്കാൻ പോകുന്നത്. ഈ ഗ്രാൻഡ് ഫിനാലെയും GKയുടെ മെഗാ ക്വിസ് മത്സരം ഒക്കെ ഇതിന്റെ ഒരു പാർട്ടാണ് ലിറ്റിൽ ജീനിയസിന്റെ. പക്ഷെ ലിറ്റിൽ ജീനിയസ് എന്ന പദ്ധതിയിൽ ശരിക്കും നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് മിടുക്കരായ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അനുസരിച്ചുള്ള അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു പദ്ധതി കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. LP തലത്തിലാണല്ലോ, ഇതിനി വ്യാപിപ്പിക്കാൻ നിങ്ങൾ ശ്രമം നടത്തുന്നുണ്ടോ? ഇപ്പൊ LP UPയിലും കൂടി ഇത് നടക്കുന്നുണ്ട്. GK പഠനം LPയിലും UPയിലും ഒരുപോലെ തന്നെ കുട്ടികൾക്ക് ക്ലാസ്സുകളിൽ കൊടുക്കുന്നു, 1 മുതൽ 7 വരെ. ഇനി ഹൈസ്കൂൾ തലത്തിൽ ഇതിന്റെ മറ്റൊരു തലം എന്നുള്ള നിലയിൽ മത്സര പരീക്ഷകളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ ടാലന്റിലെ കുട്ടികളെ എത്തിക്കാനുള്ള ഒരു ശ്രമം. നമ്മോട് കൂടി ഉള്ളത് PTA ഭാരവാഹികളും അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആണ്. അപ്പോ നമുക്ക് ഇവരുടെ പേരൊക്കെ ഒന്ന് ചോദിച്ച് പരിചയപ്പെടാം. സാറിന്റെ പേര് പറയും. എന്റെ പേര് അലേക്കുട്ടി, ഞാൻ PTA പ്രസിഡന്റ് ആണ്. ഓക്കെ. എന്റെ പേര് നാസർ, ഞാൻ PTA മെമ്പറാണ്. എന്റെ പേര് നീന, എന്റെ പേര് നീന, ഞാൻ ഇവിടുത്തെ ടീച്ചറാണ്. ടീച്ചറും അതുപോലെ തന്നെ ഇവിടുത്തെ PTA ഒക്കെ ഭയങ്കര സഹകരണമാണ്. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആശയം പറഞ്ഞപ്പോ, അതായത് ഇങ്ങനെ ഒരു ഫൈസൽ സാറിന്റെ ഒരു ആശയം പറഞ്ഞപ്പോ PTA എങ്ങനെയായിരുന്നു, അതിനോട് ഉള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു? തീർച്ചയായും ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. കാരണം GKക്ക് അപ്പുറത്തേക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കുട്ടികളിലെ മറ്റുള്ള കഴിവുകൾ കണ്ടെത്താം. സാധാരണ നമ്മള് വിദ്യാലയങ്ങളിലൊക്കെ ഫുൾ A+ വാങ്ങി ഫുൾ മാർക്ക് വാങ്ങി പുറത്തു പോകുന്ന കുട്ടികളെ അവരിന്ന് പലപ്പോഴും പലതും അക്സെപ്റ്റ് ചെയ്യും, വലിയ വലിയ നിലകളിൽ കാണാൻ ആഗ്രഹം. പിന്നീട് അവരെ കാണുന്നത് ഒരു നമ്മൾ ഉദ്ദേശിച്ച തരത്തിലല്ലായിരുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കിയപ്പോൾ കണ്ടത് അവർക്ക് സ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയായി പുറത്തേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഒരു ആള് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ആ രൂപത്തിൽ എത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിൽ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രക്ഷിതാക്കളുടെ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കാൻ, പ്രത്യേകിച്ച് LP കുട്ടികളൊക്കെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാക്കളുടെ പൂർണ്ണ സമയം അത് ചെലവഴിച്ച് അവരും കൂടി ഇതിൽ ഇൻവോൾവ് ആയി എന്നുള്ളതാണ്. അത് വളരെ ശരിയാണ്. കാരണം കുഞ്ഞു കുട്ടികളാണ്, അപ്പൊ അവർക്ക് ടീച്ചേഴ്സും അതുപോലെ തന്നെ അവരുടെ പാരന്റ്സും അത് പറയേണ്ട കാര്യം തന്നെയാണ്. അവരും കൂടി സപ്പോർട്ട് ചെയ്തോട് കൂടിയാണ് ഈ കുട്ടികളെ പറയുന്നത്. അപ്പൊ തീർച്ചയായും ആ സപ്പോർട്ട് ഇവർക്ക് നിലനിർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് സിവിൽ സർവീസ് പോലത്തെ IPS പോലത്തെ മേഖലയിലേക്ക് ഒരുപാട് ആളുകൾ ഉയർന്നു വരാനുള്ള മാത്രമല്ല, പ്രത്യേകിച്ച് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പലപ്പോഴും എൻഗേജ് അല്ലാത്തത് കൊണ്ടാണ് പല ആവശ്യമില്ലാത്ത മേഖലയിലേക്കും കടന്നു പോകുന്നത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നുമില്ല, നേരെ പുറത്തേക്ക് അനാവശ്യ കൂട്ടുകെട്ടിൽ എത്തുമ്പോൾ കുട്ടികൾക്ക് പല ചിന്ത വരും. ഇവിടെ ഈ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 100-200ഓളം കുട്ടികൾക്ക് എല്ലാ ദിവസവും വൈകിട്ട് 4:30 മുതൽ ക്യാമ്പ് നടക്കുന്നു. കുട്ടികൾ എൻഗേജ് ആണ്. ഇതുപോലെ ചെറിയ കുട്ടികൾക്ക് UP LP കുട്ടികൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്ത് അവരെ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കുന്ന അവരും എൻഗേജ് ആവും. അപ്പൊ കുട്ടികൾക്ക് മറ്റുള്ള മേഖലയിലേക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ കുട്ടികളെ മാക്സിമം എൻഗേജ് ആക്കി ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചിന്തിപ്പിച്ച് അനാവശ്യ കാര്യങ്ങളിൽ നമ്മൾ അവരെ വേർതിരിച്ച് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിക്കാണ് സത്യത്തിൽ ഈ ലിറ്റിൽ ജീനിയസ് ആയാലും സ്കൂളിന്റെ കായിക മേഖലയായാലും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വളരെ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞ കയ്യടിയോടെ ഇത് ഏറ്റെടുത്തതിനും അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ആശയവും അത് ഇനി വരുന്ന തലമുറയ്ക്കും കൂടി ഉള്ളതാവട്ടെ. ടീച്ചറുടെ ഒരു അനുഭവം എന്ന് പറയൂ. പുതുപ്പറമ്പ് സ്കൂളിൽ ഞാൻ വന്നിട്ട് കുറെ വർഷമായി.
നമ്മുടെ സ്കൂളിൽ നിന്ന് ഒത്തിരി ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ടീച്ചേഴ്സും ഒക്കെ പോയിട്ടുണ്ട്, ലോയേഴ്സും ഒക്കെ പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കളക്ടർ, ഇതുവരെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു കളക്ടർ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ സ്കൂളിലെ പുതുപ്പറമ്പിലെ മക്കളെ അത്ര കളക്ടർ അത്ര സിവിൽ സർവീസിൽ എത്തിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളിപ്പോ LP മാത്രമല്ല UP അങ്ങനെ മുകളിലേക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണിത്. അപ്പോ LP വിദ്യാർത്ഥികളെ ഇതിനൊക്കെ സജ്ജമാക്കുന്ന അവരുടെ ക്ലാസ് ടീച്ചറിൽ ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോ സാറിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ പേരൊക്കെ നമുക്ക് ചോദിക്കാം. സാറിന്റെ പേരെന്താണ്? രാകേഷ് ജീന. ഓക്കെ സാർ, ഇത് തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഈ കുരുന്നുകളിൽ വന്ന മാറ്റം ഒന്ന് പറയോ? അതെ, അത് തുടങ്ങിയതിന് ശേഷം ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഇതിലൂടെ ലക്ഷ്യമിടാൻ കഴിയുന്നത്. അത് ഫുൾഫിൽ ആവുന്നുണ്ട്. കാരണം പഠനത്തിലൊക്കെ പിന്നോക്കമായിരുന്ന കുട്ടികൾ മുന്നോക്കം വരികയും അവർ എല്ലാ വിഷയങ്ങളിലും ഒരേപോലെ തന്നെ അവർക്കൊരു താല്പര്യം വളർത്തുവാൻ ഇതുവഴി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പഠനത്തെക്കാട്ടി ഒരു സ്പിരിറ്റായി അവർ എടുക്കുകയും എല്ലാവരും ആ ഒരു GK പഠിക്കുവാനും അത് പ്രസന്റ് ചെയ്യുവാനും തുടങ്ങുകയും അങ്ങനെ എല്ലാം പഠിക്കത്തുള്ളൂ, പുറകിൽ ഇങ്ങനെ നടക്കണം. പക്ഷെ ഇവർക്ക് ഈ ലിറ്ററേച്ചറിലുള്ള കുട്ടികൾ അല്ലാതെ തന്നെ ഒരു സ്വയം പ്രചോദിതരായി പഠനത്തിൽ മുന്നേറുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കുരുന്നുകളെ വാർത്തെടുത്തിട്ടുള്ള ക്ലാസ് ടീച്ചേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അവരോട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. മാമിന്റെ പേരെന്താണ്? കാർത്തിക. ജോബി. അപ്പോ ഇനി വരും തലമുറയ്ക്ക് ഇവരെങ്ങനെ മുതൽക്കൂട്ടാവും, അതുപോലെ തന്നെ ഇവരുടെ അസസ്മെന്റ് ഒക്കെ നിങ്ങൾ എങ്ങനെ നടത്തുന്നത്, അതൊന്ന് പറയൂ. അസസ്മെന്റ് നടത്തിയത് കുറച്ച് ചോദ്യാവലികൾ നമ്മൾ ആദ്യം തയ്യാറാക്കി, പിന്നെ അത് രക്ഷിതാക്കൾക്ക് നൽകി. അപ്പൊ അവര് അവരുടേതായ സത്യസന്ധമായ രീതിയിൽ അത് പൂരിപ്പിച്ച് നൽകി. അതിനനുസരിച്ച് അവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, ഏത് ടൈപ്പ് പേഴ്സണാലിറ്റി ആണ് അവരുള്ളത് അതും കണ്ടെത്തി. അപ്പൊ അവർക്ക് ഇപ്പോഴത്തെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് അവർ ഏത് രംഗത്തേക്കാണ് വരാനുള്ള സാധ്യത നമ്മൾ ഓരോ രക്ഷിതാവിനെയും വിളിച്ചുകൊണ്ട് പേഴ്സണലായിട്ട് അവർക്ക് പറഞ്ഞു. ടീച്ചറുടെ ഈ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു, അതുകൂടെ ഒന്ന് ഷെയർ ചെയ്യും. ഇപ്പോ എല്ലാത്തിലും കോമ്പറ്റീഷൻ ആണല്ലോ. ഭാവിയില് ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ ഒരു മത്സര രംഗത്തേക്കാണല്ലോ വരിക. അപ്പൊ അവർക്ക് GKയില് ആ ഒരു ഫീൽഡിൽ അവർക്ക് ഇപ്പോഴേ നമ്മളെങ്ങനെ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളിലൂടെ നൽകുന്നതിലൂടെ അത് അവർക്ക് ഭാവിയിലേക്ക് വളരെയധികം ഒരു മുതൽക്കോട്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ടീച്ചറുടെ പേരെന്ന് പറയാം. ആശ. അപ്പൊ ഇവർക്ക് ഈ 1ാം ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തപ്പോ അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ കൊടുത്തപ്പോ അവരുടെ ഒരു ഇതെന്തായിരുന്നു? കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് എല്ലാം നല്ലവണ്ണം പഠിച്ചത്. പിന്നെ ക്വിസ് മത്സരമൊക്കെ നടത്തുമ്പോൾ സ്റ്റാർ ഓഫ് ദ മന്ത് ഒക്കെ തിരഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും ഫുൾ മാർക്ക്, കുറെ കുട്ടികൾ ഒരേപോലെ ഫുൾ മാർക്ക് വാങ്ങിച്ചു. പിന്നെ പുറത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാണ് അവര് തിരഞ്ഞെടുത്തിരുന്നത് സ്റ്റാർ ഓഫ് ദ മന്ത് ഒക്കെ. എല്ലാവരും ഒരുപോലെ മുന്നോട്ട് വരികയായിരുന്നു. ഈ കുരുന്നിലെ കുറച്ച് കുട്ടികൾ നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കണം. ഇവരെങ്ങനെയാണ് ഇതിലേക്കൊക്കെ എത്തിപ്പെട്ടത്, അതുപോലെ തന്നെ ഇവരുടെ പേര് എന്തൊക്കെയാന്നൊക്കെ ഒന്നും കൂടെ നമുക്ക് ചോദിക്കാം. നമ്മളെ പേര് പറഞ്ഞേ. സൈദ ഷഹാർബാൻ, ഫാത്തിമ സഹറ, ഹിനൈക്ക്, മാഹിർ കാക്കി, മിൻഹാജ് അബി, നശ്വർ, സിഫാന CH, സഹറ ഫാത്തിമ ഒട്ടി, ഷെൻസ ഫാത്തിമ സി, നിഷ്മി നിസാം, ആഷിഖ്. നിങ്ങൾ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണേ? ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ടീച്ചർമാരെന്നെയാണ്. ഫൈസൽ മാഷാണ് ഇതൊക്കെ ചെയ്തത്. ഞങ്ങള് ജൂലൈ മുതൽ ഈ ക്വസ്റ്റ്യനെ മുഴുവൻ പഠിച്ച് സ്റ്റാർ ഓഫ് ദ മന്ത് വരെ ഞങ്ങൾക്ക് കൂടുതൽ സമ്മാനങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ സമ്മാനങ്ങൾ കിട്ടുമ്പോ കൂടുതൽ സന്തോഷാവില്ലേ? അതെ, ഞങ്ങൾ ഇപ്പോ ഗ്രാൻഡ് ഫിനാലിലേക്ക് സമ്മാനം കിട്ടാനായി പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ചെന്നാ എന്താ ചെയ്യാ? ആദ്യം ഇപ്പൊ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോ നിങ്ങൾക്ക് പഠിക്കണം എന്നാണോ, വേറെ എന്താ നിങ്ങൾ ചെയ്യാ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട്? ഓക്കെ, നിങ്ങളെല്ലാരും ഒരുപോലെ പറയണ്ടായിരുന്നു ക്വസ്റ്റ്യന് ഉത്തരമൊക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ അതൊക്കെ പഠിക്കണേ? വീട്ടിൽ പോയിട്ട് എപ്പോഴും അതിന് സമയം കണ്ടെത്തണേ? സ്കൂളിൽ കൂടുമ്പോ പിന്നെ ഈ രാത്രിയൊക്കെ ആ സമയത്തൊക്കെ ഫ്രീ ഇട്ടുണ്ട്, എല്ലാ സമയത്തും പഠിക്കുന്നു. അപ്പൊ ഫോണൊക്കെ യൂസ് ചെയ്യാറുണ്ടോ നിങ്ങള്? ഇത് പഠിക്കാണോ ചെയ്യാ അതോ ഫോണിൽ കളിച്ചിരിക്കുവോ? പഠിക്കും. പറ. പഠിക്കുവോ? അപ്പൊ കൊറേ കാലമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കല്ലേ, അപ്പൊ നിങ്ങൾക്ക് കൊറേ അറിവൊക്കെ കിട്ടിയില്ലേ? അപ്പൊ ഭാവിയിൽ ആരാവണമെന്ന് ആഗ്രഹം? മന്ത്രി ആവണമെന്നാണോ? മോന്റെ ആഗ്രഹം എന്താ? ടീച്ചർ. കളക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടോ? അപ്പൊ ഇത് ഇനി കൂടുതലായിട്ട് പഠിക്കണ്ടേ? ഇപ്പൊ പഠിച്ചാലും ഒരുപാട് കൂടുതൽ പഠിക്കണ്ടേ? എന്നല്ലേ കളക്ടർ ആവുള്ളൂ? ഓക്കെ, അപ്പൊ ഇവരുടെ ആഗ്രഹങ്ങൾ ചെറുതല്ല. ചില ആൾക്കാർക്ക് മാഷ്, ടീച്ചർ, ഇവരുടെ അധ്യാപകരെ പോലെ തന്നെ ആവണം, ചിലർക്ക് കളക്ടർ ആവണം. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ അല്ലെ? അറിവിന്റെ മഹാസാഗരം തീർത്ത് പുതുപ്പറമ്പിൽ നിന്ന് ഒരു പുതുജനത
ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇവിടെ നാം കണ്ടത് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഇപ്പോ പലരും GK എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുമ്പോൾ ഇവിടെയുള്ള കുരുന്നുകൾ GKയിൽ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി ഇവിടെ നിന്നും ഒരുപാട് IAS IPS തുടങ്ങിയിട്ടുള്ള മേഖലയിലുള്ള കുട്ടികൾ ഉണ്ടായി വരട്ടെ. ഈ സ്കൂളിന് അതൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ലിറ്റിൽ ജീനിയസ് എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് നമുക്ക് എല്ലാവിധ ആശംസകളും നൽകാം. ഇനി മറ്റൊരു വിഷയമായി മറ്റൊരു ദിവസം നിങ്ങളോടൊപ്പം മലബാർ ടൈംസ് സൈനിങ് ഓഫ് വിഷ്ണുപ്രിയ.